നോക്കൂ, ഇന്നിപ്പോൾ നമ്മൾ ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത് ഈ ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പ്രസ്താവമാണല്ലോ. അദ്ദേഹം ഡിസംബർ 8-ാം തീയതി ഒരു വിവാദ പ്രസംഗം നടത്തുന്നു. VSPയുടെ ഒരു പരിപാടിയിൽ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മുന്നോട്ട് വെച്ചത്. അന്ന് തന്നെ അത് വലിയ വിവാദമായൊരു ചർച്ചയായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കും രാജ്യം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം നേടിയ ആളുകൾ ഭരിക്കും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അത് പറയാനായിട്ടൊരു ജഡ്ജി പുറത്തു വരേണ്ട കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ചായിരിക്കും രാജ്യം പ്രവർത്തിക്കുക എന്നാണ്. നോക്കൂ, നമ്മുടെ ഭരണഘടന എന്താണ് വിഭാവന ചെയ്തിരിക്കുന്നത്? ഭരണഘടനയുടെ മുമ്പിൽ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ല. എല്ലാവർക്കും തുല്യ അവകാശം ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ജഡ്ജിയാണ് പറയുന്നത് ഭൂരിപക്ഷത്തിന് ഇവിടെ ചില അവകാശങ്ങൾ ഉണ്ടെന്നും അതിനനുസരിച്ചാണ് ഈ രാജ്യം പ്രവർത്തിക്കുക എന്നും. അവിടെ തന്നെ ഭരണഘടനാ ലംഘനം ആ ജഡ്ജി നടത്തിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ആ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഹമാരാ ഗീത തുമാരാ ഖുറാൻ എന്നാണ് പറയുന്നത്. ഹമാരാ ഗീത, എൻ്റെ ഗീത നിങ്ങളുടെ ഖുറാൻ എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു ഡിവിഷൻ കൊണ്ടുവരികയാണ്. അതും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അത് ആളുകൾക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കുകയാണ് മതത്തിൻ്റെ പേരിൽ. അതും ഒരു ജഡ്ജി ചെയ്യാൻ പാടില്ല. എന്ന് മാത്രവുമല്ല, ഒരു വിഭാഗത്തെ ഹിംസയുടെ വക്താക്കളായി അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ മുസ്ലിം കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നാൽ അവരാരും ടോളറൻ്റായി വളർന്നു വരും, സഹാനുഭൂതിയോടുകൂടി സഹിഷ്ണുതയോടുകൂടി വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്? ആ കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ടാണ് ഇവർ ഈ മൃഗങ്ങളെ കൊല്ലുന്നത് എന്നാണ്. നാളെ ഒരു മുസ്ലിം യുവാവ് ഒരു കേസിൽപ്പെട്ട് ഈ ജഡ്ജിയുടെ മുന്നിൽ വന്നാൽ ഈ ജഡ്ജി പ്രജുഡൈസ്ഡ് അല്ലേ? ഈ ജഡ്ജിക്കൊരു മുൻവിധി ഉണ്ടല്ലോ. ഈ മുസ്ലിം യുവാവ് എന്ന് പറയുന്നയാൾ ഹിംസയുടെ വക്താവാണെന്നും അയാൾ എന്തും ചെയ്യുമെന്നുള്ള പ്രജുഡീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവന നടത്തുക. ഇത്തരത്തിൽ അപകടകരമായ പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തെ സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു വരുത്തിയല്ലോ. ഡിസംബർ 18-ാം തീയതി 17-ാം തീയതി സുപ്രീം കോടതിയുടെ 5-അംഗ കൊളീജിയം വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു. അന്ന് അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണ്? മാധ്യമങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്തു, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, എൻ്റെ വാക്കുകൾ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് സുപ്രീം കോടതി ഇൻ ഹൗസിൽ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്, നിങ്ങൾ വഹിക്കുന്ന സ്ഥാനത്തിന് നിരക്കാത്ത പ്രസ്താവങ്ങൾ കോടതിക്കകത്തോ പുറത്തോ നടത്തിക്കൂടാ. എന്നു മാത്രവുമല്ല, നിങ്ങൾ ഒരു ജഡ്ജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നടത്തുന്ന പ്രസ്താവങ്ങളിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. സൂക്ഷ്മത പുലർത്താത്ത പക്ഷം ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇതാണ് സുപ്രീം കോടതിയുടെ കൊളീജിയം ഇദ്ദേഹത്തോട് പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൊളീജിയത്തിൻ്റെ ശാസന അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്ന് മാത്രമല്ല, അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തെ പരമോന്നതമായ നീതിപീഠത്തെയല്ലേ. അതായത് അദ്ദേഹം ഒരു അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി മാത്രമാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ കോടതിയുടെ 5-അംഗ കൊളീജിയമാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഈ കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ട് ഈ ശാസന നൽകിയിരിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോഴും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അടിസ്ഥാനപരമായി അത് സുപ്രീം കോടതിയെയും സുപ്രീം കോടതിയുടെ പരമോന്നതമായ പദവിയെയും അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകർ ചേർന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ. ആ കത്തിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് CBIയോട് ആവശ്യപ്പെടണം ഇദ്ദേഹത്തിനെതിരെ FIR ഇടാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വകുപ്പുകളുമൊക്കെ ആ കത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇനിയിപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എടുക്കാൻ പോകുന്ന നടപടിയെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി 9-ന് അലഹബാദ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് ഒരു കത്തിങ്ങോട്ടേക്ക് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് അപമാനകരമായ ഒരു സാഹചര്യമല്ലേ? എന്തുകൊണ്ടാണ് ഇന്ന് ഈ ശേഖർ കുമാർ യാദവിന് ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നാണെന്നേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ വെച്ച് നടത്തിയ ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടല്ലോ, വിദ്വേഷ പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ പേരിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഒരു പരാതി ഉണ്ടല്ലോ. ആ പ്രസംഗം എന്തായിരുന്നു? ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ മുസ്ലിങ്ങൾ, ആ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്നുള്ള വാക്കുപയോഗിച്ചിട്ടില്ല, മറിച്ച് അത് ഒരു കനോട്ടേറ്റീവ് മീനിങ്ങിൽ എന്താണ് പരോക്ഷമായി അവരെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ നരേന്ദ്രമോദി അന്ന് പ്രസംഗിച്ചത്. എന്താണ്? ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർ, ഇവിടെ പെറ്റുകൂട്ടുന്നവർ, അവർ നിങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാൻ പോകുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്, ആ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ഒറ്റക്കെട്ടായി
പ്രധാനമന്ത്രിയായി കാണേണ്ട പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ അദ്ദേഹത്തോട് ഒരുമിച്ച് നിർത്തേണ്ട ആളാണ്, ഒന്നിച്ച് ചേർത്ത് പിടിക്കേണ്ട ആളാണ്. അങ്ങനെ ഒരാളാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇത്തരത്തിലൊരു വിഭാഗത്തെ, ശരിക്കും ഒരു വിഭാഗത്തെ കുഴപ്പത്തിലാക്കും രീതിയിൽ, അവരെ അപകീർത്തിപ്പെടുത്തും രീതിയിൽ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ജഡ്ജിക്ക് ഇത് പറയാൻ പറ്റുമെന്നേ, ഒരു പ്രശ്നവുമില്ല. ഇനി മറ്റൊരു കാര്യങ്ങൾ നോക്കൂ, ഈ പ്രസ്താവന നടത്തിയ ഉടനെ തന്നെ ആദ്യം രംഗപ്രവേശം ചെയ്ത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാരാണ്? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ഈ സത്യമാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്നാണ് അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അപ്പം രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ നിലപാടും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടും തനിക്ക് അനുകൂലമാകുന്നു എന്ന് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ശേഖർ കുമാർ യാദവിന് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാമെന്നേ, ഒരു പ്രശ്നവുമില്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഗണേശ ചതുർത്ഥി ആഘോഷിച്ചില്ലേ വീട്ടിൽ? അങ്ങനെ ആഘോഷിക്കാൻ പാടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? DY ചന്ദ്രചൂഡിൻ്റെ വിധി പ്രസ്താവങ്ങളെക്കുറിച്ചൊക്കെ വലിയ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എങ്ങനെയാണ്? പ്രീതിയോ പക്ഷപാതമോ ഇല്ലാതെ പ്രവർത്തിക്കുമെന്നാണ്. ആരോടും പ്രീതി ഉണ്ടാവരുത്, ആരോടും പക്ഷപാതത്വം ഉണ്ടാവരുത്. ഇത് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലിരിക്കുന്ന ആളുകളും എടുക്കുന്ന സത്യപ്രതിജ്ഞയാണ്. ഇതിനകത്ത് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിക്കൂടാ. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചു, എന്നിട്ട് അതാ നോക്കൂ, ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ വ്യക്തിപരമായി പ്രധാനമന്ത്രിയെ വിളിച്ച് ഒരു ആരാധന നടത്തുന്നു. എന്നിട്ട് അതിൻ്റെ പടം പുറത്തേക്ക് വിടുന്നു. ഇത് വ്യക്തിപരമായ ഒരു ആരാധന നടത്തുന്ന അവിടെ അവസാനിക്കുന്നില്ല, അതിൻ്റെ പടം പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താ ഇങ്ങനൊന്നും ചെയ്തു? നമ്മൾ ഈ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ കള്ളികൾക്കകത്ത് മാത്രമല്ല കേട്ടോ കാര്യങ്ങൾ നിൽക്കുന്നത്. ഭരണഘടനയുടെ ഒരു ധാർമ്മികത എന്നുകൂടി നമ്മൾ പറയും അല്ലേ, എത്തിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഭരണഘടന പറയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, അത് ഇംപ്ലിസിറ്റ് ആയിരിക്കും, പക്ഷേ ഭരണഘടനയുടെ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും എന്താ പറയുക, ഒരു പ്രീതിയും പക്ഷപാതത്വം ഇല്ലാതെ പെരുമാറേണ്ട ആളുകൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ, അത് ഏത് പദവിയിൽ നിന്നോട്ടെ, അവരെ വീട്ടിലേക്ക് സ്വകാര്യമായി വീട്ടിലേക്ക് വിളിച്ചു. ഒരു കല്യാണത്തിന് പൊതുവേദിയിൽ ആളുകൾ വന്നിരിക്കുന്നത് പോലെയല്ല, ഒരു ആരാധനാ ചടങ്ങിലേക്ക്, അതും വ്യക്തിപരമായ ഒരു ആരാധനാ ചടങ്ങിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ശേഖർ കുമാർ യാദവിന് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന്, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ, നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്തോളൂ എന്ന് പറയാൻ കഴിയും എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം പറയുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ, കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് എന്താ പറഞ്ഞത്? ആരാണ് BJPയുടെ സ്ഥാപകർ? RSS ആണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. ആ RSSൻ്റെ സംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത് പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് 2024 ജനുവരി 22 എന്താണ് അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്? രാമക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച ദിവസമാണ് ഇന്ത്യൻ പ്രൈഡ് ഉയർന്നിട്ടുള്ളത്, ഇന്ത്യയുടെ സ്വാഭിമാനം ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നത്, സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത് 2024 ജനുവരി 22. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ്, അത് കൊളോണിയൽ വ്യവസ്ഥയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്. എന്നാൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നോക്കൂ, വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അടി 1947 ഓഗസ്റ്റ് 15 കിട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ദിവസമാണ് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അയാൾ പുറത്തു നടക്കുമോ? സ്വതന്ത്രനായി പുറത്തു നടക്കുമോ? ഇന്ത്യയുടെ നിയമം അതിന് അനുവദിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ റിപ്പബ്ലിക് ഇത് സാധാരണക്കാരൻ്റെ റിപ്പബ്ലിക് അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നക്സൽബാരിയുടെ നേതാക്കൾ ഒരു കാലത്ത് ഈ സംസ്ഥാനത്തും രാജ്യത്തും ഉടനീളം മുദ്രാവാക്യം മുഴക്കി നടന്നിരുന്നു. അവരെയൊക്കെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ വെല്ലുവിളിക്കാൻ കഴിയില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല. നിങ്ങൾ മറ്റൊരു നിർവചനത്തിലൂടെ അതിനെ വ്യാഖ്യാനിക്കാനും പറ്റില്ല, അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പട്ടിണി കിടന്ന് സമരം ചെയ്തിട്ട് ആ സമരത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിനേക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയുന്ന ഒരാൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ രാജ്യത്തുണ്ട്. അപ്പോൾ പിന്നെ ശേഖർ കുമാർ യാദവിന് ഇത് പറഞ്ഞുകൂടെ? നമ്മുടെ ഇന്നത്തെ ഈ ഇന്നത്തെ നിയമസഭയിൽ പ്രസംഗിച്ച അർലേക്കർ ഉണ്ടല്ലോ, നമ്മുടെ ഗവർണർ അർലേക്കർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഒരു മാസം മുമ്പ്. എന്താ പറഞ്ഞതെന്നറിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നോൺ വയലൻസിലൂടെ അല്ല, അഹിംസയിലൂടെ അല്ല, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളിൽ പലരും ഈ പറയുന്ന ആയുധം എടുത്തതുകൊണ്ട് അത് കണ്ട് പേടിച്ചാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഓടിപ്പോയതെന്ന് പറഞ്ഞ ആളാണ് ഇന്ന് നമ്മുടെ ഗവർണറായിട്ടിരിക്കുന്നത്, ഇന്ന് നിയമസഭയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. ഈ പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ഏറ്റവും വലിയ സാമ്രാജ്യത്വം ലോകത്തിലെ. അന്ന് നമ്മൾ പറയുന്നത് എന്താ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ ഉടമയായിട്ടുള്ള ബ്രിട്ടീഷുകാരെ നോൺ വയലൻസിലൂടെ, അഹിംസയിലൂടെ നമ്മൾ പുറത്തേക്ക് പായിച്ചു എന്നാണ്, നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്നാണ്. ഇവിടുത്തെ കുറച്ച് ആളുകൾ ആയുധം എടുത്തിരുന്നെങ്കിൽ ഈ ആയുധം എടുത്ത ആളുകളെ അമർച്ച ചെയ്യാൻ ബ്രിട്ടന് കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
പറയുന്നത് എത്ര രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ വലിയ ശക്തിയായി നിന്നൊരു രാജ്യമല്ലേ, ആ രാജ്യത്തിനെ നമ്മളിവിടുന്ന് പായിക്കുന്നത് സ്വാതന്ത്ര്യം നേടുന്നത് ഈ പറയുന്ന നോൺ വയലൻസിലൂടെയാണ്. അതല്ല വയലൻസ് വരും എന്ന് പേടിച്ചിട്ടാണ് പാഞ്ഞു പോയത് എന്ന് പറയുന്ന ഒരു ഗവർണറാണ് ഇന്ന് ഈ സംസ്ഥാനത്തുള്ളത്. അപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിട്ട് അംഗീകരിക്കാൻ RSSകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രമല്ലേ RSSനോട്. അപ്പോൾ പുതിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദിവസമൊക്കെ പ്രഖ്യാപിക്കേണ്ടി വരും. അങ്ങനെ ദിവസം പ്രഖ്യാപിച്ച് തങ്ങളുടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകങ്ങളുടെ കാവ്യവൽക്കരണവും ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നേതൃത്വങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നേതൃത്വത്തിന് താഴെ നിന്നുകൊണ്ട് ഈ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിക്ക് നിസ്സാരമായിട്ട് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. ആരും അദ്ദേഹത്തിന് മൂക്കിയെത്താൻ പോകുന്നില്ല, അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും വരാൻ പോകുന്നില്ല. അതിനനുവദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഒരു ഭരണകൂട സിസ്റ്റം ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ശേഖർ കുമാർ യാദവിന് ഇത്തരത്തിൽ ഔദ്ധത്തോടുകൂടി ഈ പറയുന്ന അഹന്തയോടുകൂടി ഈ പ്രസ്താവനയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം, ഒറ്റ വരികയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സെക്യുലറിസത്തെയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്, ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠമായ സുപ്രീം കോടതിയെയും സുപ്രീം കോടതിയുടെ 5 അംഗ കൊളീജിയത്തെയുമാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കൊളീജിയത്തിൻ്റെ ശാസനയുമാണ് ഇംപീച്ച് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഒരു കാര്യം പറയാം, ദീപക് മിശ്ര എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നല്ലോ, ആ ചീഫ് ജസ്റ്റിനെതിരെ ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം വന്നിരുന്നു അല്ലേ. അന്ന് വെങ്കയ്യ നായിഡു ആയിരുന്നു രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. അദ്ദേഹം അത് സ്വീകരിച്ചില്ലല്ലോ. ഈ നിവർത്തി കെട്ടിട്ട് എന്താ ചെയ്തത്, 4 ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസുമാർ 4 പേര്, നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫും അതേപോലെ തന്നെ പിന്നീട് BJPയുടെ MP ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ് അടക്കമുള്ള 4 ജസ്റ്റിസുമാർ സുപ്രീം കോടതിയുടെ വാതിക്കൽ കസേരയിട്ടിരുന്നിട്ട് ഒരു വാർത്താസമ്മേളനം നടത്തി എന്താ പറഞ്ഞാൽ ഈ ദീപക് മിശ്ര എന്ന് പറഞ്ഞ കഥാപാത്രം സാധാരണ ലോവറായിട്ടുള്ള ജഡ്ജിമാരുടെ കോടതികളിലേക്ക് കേസ് വിടുന്നു. ഈ കേസുകൾ പോകുന്ന കേസ് ഏതാണെന്നറിയാമോ, ജസ്റ്റിസ് ലോയയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസ്. ആ കേസിലെ പ്രതി ആരാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ. ആ കേസ് വെറുതെ വിട്ടു, ആ കേസിൽ വിചാരണ പോലും ഇല്ലാതെ അമിത്ഷായെ വെറുതെ വിട്ടു. ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം കേസുകൾ തങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുള്ള കോടതികളിലേക്ക് മാറ്റുന്നു. അത് ശ്രദ്ധിക്കണം. ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം പുലരില്ല എന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിലെ 4 ജസ്റ്റിസുമാരായിരുന്നു. എന്നിട്ട് ഇംപീച്ച് ചെയ്തില്ലല്ലോ. ഈ ഇരിക്കുന്ന ധൻഖറാണ്. ധൻഖർ ഇത് ഇംപീച്ച് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു നടപടിയും ഇക്കാര്യത്തിലുണ്ടാവില്ല. പക്ഷേ ചോദ്യത്തിന് എൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഭൂരിപക്ഷ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി നടക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന ശേഖർ കുമാർ യാദവിൻ്റെ ഈ പ്രസ്താവന. ഇത് മുകൾ തട്ടിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഏറ്റവും താഴെ തട്ടിലേക്ക് തന്നെ വരികയും ചെയ്യും. എന്തായാലും ഒട്ടും തന്നെ അഭികാമ്യമായൊരു സാഹചര്യമല്ല രാജ്യത്തെ സംബന്ധിച്ച് എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.